people, welcome to another episode of Campus Search. നിങ്ങളൊരു വീട്ടിലോ ഹോസ്പിറ്റലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോഴും ഫാസിനേറ്റഡ് ആയിട്ടുണ്ടോ? ഡിസൈനിങ്ങിൽ ഈ മാറ്റങ്ങൾ വരുത്തായിരുന്നോ, ഇങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BSc Interior Designing. What is interior designing? Interior designing is the art and science of enhancing the interior of a building to achieve a healthier and more aesthetically pleasing environment for the people using the space. BSc Interior Design is a 3-year undergraduate course where students learn to design comfortable spaces and deal with the planning and designing of interiors of commercials or personal buildings, apartments or houses. അതായത് ബാല നമ്മുടെ വീട്, ഹോസ്പിറ്റൽസ്, നമ്മുടെ പേഴ്സണൽ ബിൽഡിങ്സ്, അപ്പാർട്ട്മെന്റ്സ്, ഹൗസസ്, ഇതിൻ്റെയൊക്കെ ഇന്റീരിയർ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇന്റീരിയർ കുറച്ചുകൂടി നല്ലതാണെന്ന് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഈ സിറ്റിക്സ് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്റീരിയർ സ്പേസിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ്, കുറച്ചുകൂടി കംഫർട്ടബിൾ സ്പേസ്, കുറച്ചുകൂടി എലഗന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു 3-year കോഴ്സിനെയാണ് ഇന്റീരിയർ ഡിസൈനിങ്. ഇതാണ് മെയിനായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. BSc Interior Designing-ന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം എന്നതാണ്. ചില കോളേജസിൽ 16 വയസ്സിന് മുകളിലാവണം കാൻഡിഡേറ്റ്സിന്റെ ഏജ് എന്നുള്ളതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് മെറിറ്റ് ബേസിസിലോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ത്രൂ ആണ് ആസ് യൂഷ്വൽ BSc Interior Designing-ന്റെ എക്സാം വരിക. നിങ്ങൾ മെറിറ്റ് ബേസിസിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 85% എങ്കിലും മാർക്സ് ഉണ്ടാവേണ്ടത് ഒരു മാൻഡേറ്ററി ഫാക്ടറാണ്. ഇനി എൻട്രൻസ് എക്സാം ത്രൂ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NPET, CUET, COCET എന്നിവയാണ് എഴുതാൻ പറ്റുന്ന ചില എൻട്രൻസ് എക്സാംസ്. ക്രിയേറ്റിവിറ്റി സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വിഷ്വലൈസേഷൻ സ്കിൽസ്, ബേസിക് ഡ്രോയിങ് സ്കിൽസ്, എസ്തെറ്റിക് സെൻസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് BSc Interior Designing പഠിക്കാൻ വേണ്ട ചില റിക്വയർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, planning, concepts of geometry, design, drawing and graphics, designing, color wheels, introduction to interior design, applied interior design എന്നിവ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ BSc Interior Designing സിലബസ് എന്ന് പറയുന്നത്. ഇനി BSc Interior Designing-ന് ശേഷം നിങ്ങൾ ഹയർ സ്റ്റഡീസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBA in Interior Designing, MBA in Interior Designing or MSc in Interior Designing ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ ഡിസൈനർ, ഫർണിച്ചർ ഡിസൈനർ, വിഷ്വൽ മെർച്ചൻഡൈസർ, എക്സിബിഷൻ ഡിസൈനർ, 3D ആർട്ടിസ്റ്റ്, ലാൻഡ്സ്കേപ്പ് ഡിസൈനർ എന്നിവയാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഫ്രീലാൻസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് BSc Interior Designing-നെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഉറപ്പായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ആക്സസിബിൾ ആയിരിക്കും. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് വർഷ സിംഗ്. ബൈ ടു